ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഞാൻ രണ്ടാമത്തെ മൂവിയും കണ്ടു തീർത്തു, വർഷങ്ങൾക്ക് ശേഷം. രാവിലെ ആവേശം, ഉച്ചകഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം. കൊള്ളാം, ഗുഡ് ഡേ ഫോർ എ ഫിലിം ലവർ. സോ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻ്റർവ്യൂ വഴി ഇതിനും മാത്രം ഹൈപ്പ് കിട്ടിയ ഒരു സിനിമ മലയാളത്തിൽ കാണത്തില്ല. കാരണം സിനിമക്ക് ഒരു വിനീത് ശ്രീനിവാസൻ പടം എന്ന രീതിയിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അത് കൂടാണ്ട് ഇവരുടെ ഇൻ്റർവ്യൂവും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പം ധ്യാനും ബേസിലും കൂടി ഇരുന്ന് സ്കോർ ചെയ്യുന്നത് കണ്ട് ഇൻ്റർവ്യൂസ് എല്ലാം വൻ ഹിറ്റായിരുന്നു. ഒരു ഹൈപ്പ് ക്രിയേറ്റ് ആയി ഓട്ടോമാറ്റിക്കലി. എന്താണ് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയി ആ ഒരു ഓട്ടോമാറ്റിക്കലി. സോ ആ ഒരു ഹൈപ്പിലാണ് സിനിമ കാണാൻ പോയത്. ശരിക്കും പറഞ്ഞാൽ പടത്തിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി ആദ്യം പറയാം. ധ്യാൻ ശ്രീനിവാസൻ്റെ പെർഫോമൻസ് ഒന്നും പറയാനില്ല. പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം ഒന്ന് യൂത്തായിട്ടുള്ളൊരു ക്യാരക്ടർ കാണിക്കണം, രണ്ട് നല്ല പ്രായമുള്ളൊരു 70 വയസ്സ് 60 വയസ്സിന് മേലെ 70 വയസ്സായ ഒരു ക്യാരക്ടറിനെ കാണിക്കണം. സോ ഇത് കൺവേ ചെയ്ത് നമുക്ക് അതുപോലെ ഒരു യൂത്തായിട്ടുള്ള ഒരാൾ വയസ്സായിട്ടുള്ള ഒരാളെ കാണുമ്പോൾ ഒരു ഏച്ച് കെട്ടൽ ഫീൽ ചെയ്യും. സോ അത് ചെയ്യാണ്ട് ഭയങ്കര ഈസി ആയിട്ട് അഭിനയിക്കണം. സോ അതൊക്കെ ധ്യാൻ ശ്രീനിവാസൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കൊരു കാണുമ്പോൾ തന്നെ ഒരു വിയർഡ് ഫീലോ ക്രിഞ്ചൊന്നും നമുക്ക് അടിക്കത്തില്ല. പുള്ളിയുടെ ക്യാരക്ടർ കാണുമ്പോൾ പുള്ളി ഡയലോഗ് ആണെങ്കിലും പുള്ളിയുടെ ഇമോഷണൽ സീൻസ് ആണെങ്കിലും എല്ലാം നല്ല പക്വതയായിട്ടൊരു പോളിഷ്ഡ് ആക്ടറിനെ പോലെ തന്നെ പുള്ളിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ അടുത്ത പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത് പ്രണവ് മോഹൻലാലിൻ്റെ ഒരു മാൻഡ്രസോ മേങ്ങർ ലുക്കൊക്കെയാണ്. കാരണം പുള്ളി ചെറുതിലേ വന്നൊരു സംഭവമൊക്കെ ഉണ്ട് പുള്ളിയുടെ. അത് പണ്ടത്തെ ലാലേട്ടനെയൊക്കെ അങ്ങായിട്ട് ഓർമ്മിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു മനഃപൂർവ്വമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലത് അറിയാണ്ട് വന്നിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ കണ്ണൊക്കെ വെട്ടിക്കുമ്പോൾ ഇങ്ങനെ മുഖം ഇങ്ങനെ തിരിക്കുമ്പോൾ പഴയ ഒരു ലാലേട്ടൻ്റെ ഗ്ലിംസൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ പ്രായമായി വരുമ്പോഴും പുള്ളി വേറൊരു മേക്ക് ഓവറിലേക്കാണ് വരുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞൊരു ആവറേജ് അനുഭവമായിരുന്നു എനിക്ക്. കാരണം ഒരു ഇമോഷണൽ ടൈപ്പ് സാധനങ്ങളും ഒരു മൊത്തത്തിലൊരു വിനീത് ശ്രീനിവാസൻ ടച്ച് പോലെ ഒരു ഹൃദയമൊക്കെ പോലെ ഒരു മൊത്തത്തിൽ ഒരു ഇമോഷണൽ കൊണ്ടാണ് കളിച്ചത്. ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു ഗ്രോത്തും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ വന്നു. സെക്കൻഡ് ഹാഫിൽ ആദ്യം ബേസിൽ വന്നു, ഇങ്ങനെ കയറി. പിന്നെ നീരജ് മാധവ് വന്നു ഇടക്ക്, അത് ഇങ്ങനെ കയറി. അത് കഴിഞ്ഞ് നിവിൻ പോളി വന്നു, അടിച്ചങ്ങ് കയറി സെക്കൻഡ് ഹാഫ്. പടത്തിൻ്റെ ട്രാക്ക് മാറിയത് സെക്കൻഡ് ഹാഫിലാണെന്ന് പറയണം. കാരണം സെക്കൻഡ് ഹാഫിലാണ് ഈ സംഭവമൊക്കെ നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ഡ്രാമ ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വേറെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഒരു സ്പൂഫ്, ട്രോള് എല്ലാം ഉണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ്. അതിൻ്റെ തന്നെ എടുത്ത് പറയുന്നത് നിവിൻ ചെയ്തൊരു നിതിൻ മോളി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ്. ആ ഒരു സാധനം നിവിനെ കൊണ്ട് മാത്രമേ മലയാള സിനിമ പറ്റത്തുള്ളൂ. അത് വിനീത് ശ്രീനിവാസൻ എല്ലാ ഇൻ്റർവ്യൂവിലിരുന്ന് പറഞ്ഞതാണ്. നിവിൻ അല്ലാണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുള്ളിയുടെ ഒരു റിയൽ ലൈഫ് റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിൽ കാണുന്നത്. പുള്ളിയുടെ ഒരു ഡയലോഗൊക്കെ ഉണ്ട്, ഒരു ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത് പറയുന്നുണ്ട്, നമ്മളെ ക്യാമറ നോക്കി പറയുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അതെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അമ്മാതിരി അന്യായമായിട്ടാണ് നിവിൻ ചെയ്ത് വെച്ചേക്കുന്നത്. അത് നിവിൻ പോളിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹ്യൂമറുണ്ട് മലയാള സിനിമയിൽ. അത് കുറേ നാളായിട്ട് മിസ്സിങ് ആയിരുന്നു. അത് ഈ സിനിമയിൽ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പഴയ നിവിൻ പോളിയെ തിരിച്ച് കിട്ടി, നിവിൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞാണ് ഇൻട്രോ തന്നെ വരുന്നത്. അതൊക്കെ കിടലിനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ആവറേജ് മൂടി പൊക്കോണ്ടിരുന്ന സിനിമയെ വൻ രീതിക്ക് എലവേറ്റ് ചെയ്ത് പിടിച്ചു നിർത്തുന്നത് സെക്കൻഡ് ഹാഫിലാണ്. അതിന് ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു വിനീത് ശ്രീനിവാസൻ. കാരണം എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ പ്ലേസ്മെൻ്റ് ആണെങ്കിലും അവർക്ക് പറ്റുന്ന രീതിയിലാണെങ്കിലും. പിന്നെ സെൽഫ് ട്രോൾ ആണെങ്കിൽ മൊത്തം സെൽഫ് ട്രോളാണ്. പുള്ളീനെ തന്നെ ട്രോളുന്നുണ്ട്, നിവിൻ വന്ന് പുള്ളിനെ ട്രോളുന്നുണ്ട്, എല്ലാവരും എടുത്തിട്ട് ചെയ്യുന്നൊരു ട്രോളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. സോ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കാൻ. പിന്നെ നിവിൻ പോളി അഴിഞ്ഞാട്ടമായിരുന്നു, ഒന്നും പറയുന്നില്ല അതിനെക്കുറിച്ച്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് അറിയുക. മൊത്തത്തിലൊരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ പിന്നെ എനിക്ക് മിസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടുകൾ, വിനീത് ശ്രീനിവാസൻ സിനിമയിലെ പാട്ടുകൾ നമ്മൾ സിനിമ കണ്ടാലും നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും ആ പാട്ടൊക്കെ എന്തോന്ന്. പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് അത്ര പാട്ടുകൾ അങ്ങനെ കണക്റ്റ് ആയില്ല. സ്കോറൊക്കെ കൊള്ളായിരുന്നു. ഓരോ സീൻ നടക്കുമ്പം ബാക്ക്ഗ്രൗണ്ടിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന സ്കോറൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ ഇമോഷൻ അത്ര ഇതിൽ കിട്ടത്തുള്ളൂ. അതൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ പാട്ടുകൾ എനിക്ക് കമ്പയർഡ് ടു അതർ വിനീത് ശ്രീനിവാസൻ മൂവീസ് എനിക്ക് പാട്ടുകൾ അത്രയും ഇഷ്ടപ്പെട്ടില്ല. ബട്ട് സ്റ്റിൽ ബാക്കി എല്ലാം കൊണ്ടും പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം എന്തെങ്കിലും സീൻ മോശമാണെങ്കിൽ അവിടെ പാച്ച് വർക്ക് പോലെ മ്യൂസിക് കൊണ്ട് പാച്ച് ചെയ്യുമെന്ന്. പക്ഷേ ഇതിൻ്റെ അകത്തും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇനി OTT വരുമ്പോൾ ആൾക്കാർ അടുത്ത ക്രിഞ്ച് സീൻ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഇടുമായിരിക്കും. ബട്ട് ഇത് കാണുമ്പോൾ മൊത്തത്തിൽ ഒരു രസം ഉണ്ടായിരുന്നു സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു സിനിമ. നിങ്ങൾ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.